എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുന്ന മാർബിൾ പുഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈസിയാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവനിലാണ്. പക്ഷെ മൈക്രോവേവ് ഓവൻ ആവശ്യമില്ല, സ്റ്റവിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഓവനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിയാത്തതാണല്ലോ ഓവൻ എങ്ങനെയാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവനിൽ ചെയ്യണത്. സ്റ്റവിൽ ചെയ്താലും ഇതേപോലെ സ്റ്റവിലും ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് 2.5 കപ്പ് വെള്ളത്തിൽ 10 ഗ്രാം ചൈനാഗ്രാസ് ഞാനൊരു 10 മിനിറ്റ് കുതിർത്തി വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം 10 ഗ്രാം ചൈനാഗ്രാസ് ഇത് മൈക്രോയിൽ വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഹൈ പവറിൽ 5 മിനിറ്റ്. ഇപ്പോഴും ഹൈ പവർ എന്താണ്, എങ്ങനെയാണ് ഹൈ പവർ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഓവനിലും ഓരോ പോലെയാണ് എടുക്കുക. മൈക്രോ അല്ലെങ്കിൽ പവർ അങ്ങനെ ഏതെങ്കിലും ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഹൈ പവർ. അപ്പോൾ ഹൈ പവറിൽ 5 മിനിറ്റ്. പിന്നെ എൻ്റെ മൈക്രോവേവ് ഓവൻ കുക്കറി ക്ലാസ്സസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒരു കുട്ടിയാണ് എടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഒരുപാട് റെസിപ്പീസ്, ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ. ഒരു 25ൻ്റെ മേലധികം കോഴ്സസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ നമ്മുടെ ചൈനാഗ്രാസ് അവിടെ മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കിത് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ, 1/2 കപ്പ് പാല്, 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്. അല്ലെങ്കിൽ പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലില്ല, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കിയാലും. കട്ടയില്ലാതെ കലക്കിയെടുക്കും. എൻ്റെ ആയി കേട്ടോ. ഇതെടുക്കാം. ചൈനാഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് കണ്ടോ. യൂഷ്വലി ഇത്രയും സമയം വേണ്ട കേട്ടോ. സാധാരണ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യാൻ 2 മിനിറ്റാണ്. പക്ഷെ അത് അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പാല് ചേർക്കുന്നില്ലല്ലോ, കണ്ടൻസ്ഡ് മിൽക്കല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളത്തിൽ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചേർക്കുമ്പോൾ എപ്പോഴും കസ്റ്റാർഡ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഇതന്നെ ഇപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പാലും പഞ്ചസാരയും ചേർത്തിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഹൈ പവറിൽ 7 മിനിറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറുക്കി നന്നായിട്ട് ഇളക്കിയിരിക്കണേ. നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്താ ചൈനാഗ്രാസും എല്ലാം മെൽട്ടായിട്ടുണ്ട്, ഒന്നുമില്ല, കട്ടിയൊന്നുമില്ല. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് 7 മിനിറ്റ് ഹൈ പവറിൽ 7 മിനിറ്റ്. നമ്മൾ കൊടുത്ത 7 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ഒരു നല്ല കസ്റ്റാർഡ് അറിയാലോ, ചൂടാറി കഴിയുമ്പോഴേക്കാണ് ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്, നല്ലൊരു ക്രീമി ആയിട്ടുണ്ട്. നല്ല ചൂടിലാണുള്ളത്. ഇനി ഈ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കട്ട ഉണ്ടാവരുത്. ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സാണ്. ഇത് കസ്റ്റാർഡ്, വാനില. ഇനിയിപ്പോൾ നമ്മൾ മാർബിൾ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം ഒരു ചോക്ലേറ്റിൻ്റെ പവി ഒഴിച്ചു. ഇനി അതിൻ്റെ മുകളിൽ തന്നെ നമ്മളത് പരത്തി കൊടുക്കുകയൊന്നും ചെയ്യരുത്, മുകളിൽ തന്നെ ഇങ്ങനെ ഒഴിക്കുക. അടുത്തത് വീണ്ടും അതിൻ്റെ മുകളിൽ. അത് തനിയെ അങ്ങനെ പരന്നിട്ട് വേണം ചോക്ലേറ്റിൻ്റെ ആ ഒരു മാർബിളിൻ്റെ ഒരു എഫക്റ്റ് വരാൻ. ഇതിപ്പോൾ ഞാൻ ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എല്ലാം ഒഴിച്ച് മേലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി തൊട്ട് നോക്കുക, നന്നായി സെറ്റായിട്ട് ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ.
ചൂടാറിയ ശേഷം നമുക്കിതിനി കട്ട് ചെയ്ത് ഇതാക്കണ്ട മാർബിൾ ഇഫക്റ്റ് വന്നിട്ടുള്ളത് കണ്ട നിറയെ ഈ സൈഡിലെല്ലാം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കണ്ടല്ലോ, അതായത് ഇതുപോലെ നമുക്ക് നല്ല മാർബിൾ ഇഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്കും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പഞ്ചസാരയും പാലും ചേർത്തോളൂ. പക്ഷേ ഇത് ഇങ്ങനെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ മൈക്രോവേവിലാണ് ചെയ്തത്. മൈക്രോവേവ് ഇല്ലാത്തവർ സ്റ്റവിൽ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ട്രൈ ചെയ്യുന്നത്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.